അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചു അമ്പാട്ടിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രയെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും മഞ്ജുവിനാകെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ, തന്നെയും കൂടി പ്രതിയാക്കുക എന്ന് വിചാരിച്ചിട്ട്. അതേസമയം രുക്കുവിനാകെ ഒരുതരം ദേഷ്യമാണ്. ഇതിനുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ ചേച്ചിയെ കൊണ്ടുവന്ന് ഇങ്ങനെ അപമാനിച്ചതിന് ഞാൻ നിങ്ങൾക്കുള്ള പണി തരും എന്ന് രുക്കു മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം പിറ്റേ ദിവസം അർച്ചന ഓഫീസിലേക്ക് പോകുമ്പോൾ ദീപ്തി ഒരു സന്തോഷ വാർത്തയും കൊണ്ട് വരിക കേട്ടോ. എന്താണെന്നറിയോ, ബാർ അസോസിയേഷനിൽ നിന്നും വിജയശങ്കറെ പിരിച്ചു വിട്ടു. കാരണം എന്താണെന്നറിയോ, അയാളുടെ ഭാര്യ മുക്കുവണ്ട കേസിൽ പ്രതിയാണ് എന്നുള്ളത് അറിഞ്ഞതിന് കാരണം എല്ലാവരും കൂടി നിർബന്ധിച്ച് അയാളെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വരികയാണ് കേട്ടോ. അതിനുശേഷം ദീപ്തി പോവുകയാണ്. ദീപ്തി പോയ സമയത്ത് തന്നെ വിജയശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ്. എടി, നീ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ? നീ കാരണമാണ് ആ ചെയർ എൻ്റെ പോയത്. ആ ചെയറിൽ നീ കയറിയിരിക്കുക എന്ന് നീ സ്വപ്നം കാണണ്ട. പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ ആ ചെയറിൽ കയറ്റിയിരുത്തില്ല. നിൻ്റെ അവനില്ലേ, അവനാണ് എന്നെ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നത് കേട്ടോ. ഈ പത്രവാർത്തയും എല്ലാം കൊടുത്തത് അവനാണ് എന്ന് പറയുന്നത്. അതേസമയം അപ്പോഴാണ് അർച്ചന ആകെ അത്ഭുതപ്പെട്ടു പോകുന്നത് കേട്ടോ. JK ആണോ ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് അർച്ചന അപ്പോഴാണ് അറിയുന്നത് കേട്ടോ. നീ വിചാരിച്ച പോലെ തന്നെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടത്തല്ലോ, പക്ഷേ ഒരിക്കലും നിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ വിടില്ലടി എന്നിങ്ങനെ വെല്ലുവിളിക്കാൻ കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, നിനക്ക് പിന്നെ അമ്പാട്ടുകാരിയെക്കുറിച്ച് തനിക്കറിയില്ല, ഞാൻ ഒരിക്കലും ആ കസേരയിൽ ഇരിക്കണമെന്ന് മോഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് താൻ ആ കാര്യത്തെക്കുറിച്ചിട്ട് വെല്ലുവിളിക്കേണ്ട. തൻ്റെ ഭാര്യയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് താൻ ഇങ്ങനെയെല്ലാം ആയത് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. വിജയശങ്കരൻ അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അതേസമയം ബാറിൽ പോയി JKയും JKൻ്റെ കൂട്ടുകാരനും JK കുടിക്കില്ല കേട്ടോ. എന്താ താൻ കുടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എൻ്റെ അമ്മ അവിടെയുണ്ട്, അമ്മയ്ക്ക് ഈ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ഒന്നും മണം ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കൂടെയുള്ള ആൾ പറയും, ഞാൻ ഒന്നടിക്കുമ്പോഴേക്കും താൻ മൂന്നടിക്കുന്നതാണല്ലോ, താൻ ഇത്രയും മാറിയോ എന്ന് ചോദിക്കും. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ, അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അതേ സമയത്ത് അപ്പുറത്തെ ടേബിളിൽ വിജയശങ്കറും കൂട്ടുകാരും ഇരുന്ന് വിജയശങ്കർ ഭയങ്കര ബഹളം വെക്കുകയാണ് കേട്ടോ. ബഹളം വെക്കുന്ന സമയത്ത് JK പോയി ചോദിക്കും, ഞാനിപ്പോൾ നിർത്തിയപ്പോൾ താനിപ്പോൾ തുടങ്ങിയോ ചോദിക്കും. എടാ, നീയല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയശങ്കർ JKയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഞാനല്ല, താൻ തന്നെയാണ്, തൻ്റെ പ്രശ്നങ്ങളാണ്, താൻ ആദ്യം തൻ്റെ പ്രശ്നങ്ങളും തന്നിലേക്ക് മനസ്സിലാക്കുക, അപ്പോൾ അതിനുള്ള ശരിയായ ഉത്തരം കിട്ടും എന്നിങ്ങനെ പറയണം കേട്ടോ. വിജയശങ്കറിന് ദേഷ്യം വന്നിട്ട് വിജയശങ്കർ ആകെ കുപ്പി എടുക്കണം കേട്ടോ. JK അടിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ ഞാൻ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞിട്ട് JK ആണെങ്കിൽ ആ കുപ്പിയെ തടയണം. എന്നിട്ട് പറയണം, നീ സ്വയം ചിന്തിച്ച് നോക്ക്, അപ്പോൾ നിനക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ട് JK അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിയ സമയത്ത് അമ്മ ചോദിക്കും, കയ്യിൽ മുറി കണ്ടിട്ട്, എന്താ മോനെ കയ്യിൽ ഇരിക്കുമ്പോൾ, ഇത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് തട്ടിയതാണ് എന്ന് പറയും. അമ്മ ഒട്ടും വിശ്വസിക്കുകയൊന്നുമില്ല കേട്ടോ. അതേസമയം JK പറയും, അമ്മയല്ലേ പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോകാമെന്ന്, അതേപോലെ നമുക്ക് നാട്ടിലേക്ക് പോയാലോ, ഇതൊന്നും വേണ്ട, നമുക്ക് നാട്ടിൽ പോയി ഇരിക്കുക എന്ന് പറയണം കേട്ടോ. അതേസമയം അമ്മ പറയും, നീയല്ലേ പറയുന്നത്, നിന്നെ എത്ര കാലമായി വിളിക്കാൻ തുടങ്ങണം, നീ നാട്ടിലൊന്നും നിൽക്കണില്ലല്ലോ, നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ, നിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് നിൻ്റെ അച്ഛൻ അവിടെ തന്നെ ഇരിക്കണം നാട്ടിൽ നീയെന്ന്, പക്ഷേ നിന്നെ ഒരിക്കലും നിർബന്ധിക്കരുതെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അർച്ചന എന്തായാലും വീട് ഒഴിയാന്ന് പറഞ്ഞതല്ലേ, ഇനി നമുക്ക് ഇവിടെ തന്നെ ഇരിക്കണോ അതോ വേറെ വീട് നോക്കണോ അതോ നാട്ടിലേക്ക് പോകണോ, എന്താണ് പറഞ്ഞാൽ അമ്മ തീരുമാനിച്ചാൽ മതി എന്നിങ്ങനെ പറയണം. അപ്പം നിൻ്റെ ജോലിയോ ചോദിക്കും. ജോലിയൊക്കെ പോട്ടെ അമ്മ, നമുക്ക് അവിടെ പറമ്പൊക്കെ ഇല്ലേ, നല്ല വല്ല കൃഷി എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അവിടെ ജീവിക്കാം എന്നിങ്ങനെ JK പറയണം കേട്ടോ. എന്തായാലും ശരി, അമ്മയുടെ ഇഷ്ടം പോലെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പിറ്റേ ദിവസം ജയിലിൽ ചന്ദ്രയ്ക്ക് ഒരു പോലീസുകാർ ചായ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. ചായയോ, ഇതെന്താണ് ചോദിക്കുമ്പോൾ, എനിക്ക് ഈ ചായ വേണ്ട, ഞാൻ കുടിച്ച് ശീലമില്ല, ഗോൾഡ് കോഫിയെ കുടിക്കാറ് എന്ന് പറഞ്ഞോട്ടെ, വേണമെങ്കിൽ കുടിക്കടി ഇത് എന്ന് പറയും. അതേസമയം ചന്ദ്രയ്ക്കാണെങ്കിൽ അത്രയും വിശന്നിരിക്കുകയാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഈ ചായയിൽ ഈച്ചയാണല്ലോ എന്ന് പറയും കേട്ടോ. ഈച്ചയോ, അത് എടുത്ത് കുടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കടി എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ആ പോലീസുകാരി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ചന്ദ്രലേഖ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇനി ഇതിലെന്തെങ്കിലും കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്തോ. ആ പോലീസുകാരിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ചായ കുടിക്കുമ്പോൾ പത്രം വായിക്കണം, എനിക്ക് ആ പത്രം വേണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ പോലീസുകാരി ആ പത്രം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പോലീസുകാരുടെ അടുത്ത് ചായ കൊടുക്കുകയാണ്. അതിനുശേഷം പത്രങ്ങളിൽ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴായിരിക്കും ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും വിജയശങ്കറെ മാറ്റിയിരിക്കുന്നത്. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം വിഷമമാകുകയാണ് കേട്ടോ. ഇതിനെല്ലാം കാരണം അവളാണ്, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവളെ കാണിച്ചു കൊടുത്തേനെ, വിജയേട്ടനെ ആകെ നാണം കെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത്
വിജയശങ്കർ ബാർ അസോസിയേഷനിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ജഗദീഷിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ഇതുവരെ ആരും മത്സരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം, ഇനി ആരും ഉണ്ടാവില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഉണ്ടാവില്ലായിരിക്കും എന്നിങ്ങനെ വിജയശങ്കരൻ പറയുകയാണ്. അതേസമയം അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ ആരും പേര് കൊടുത്തിട്ടില്ല. 4 മണിയും കഴിയും, 5 മണി ആവാറാകുമ്പോഴേക്കും ജഗദീഷ് വക്കീൽ പറയും, ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാമെന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട അത് ക്ലോസ് ചെയ്യേണ്ട, സമയം 5 മണിയാവട്ടെ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം അപ്പോഴേക്ക് തന്നെ ദീപ്തിയും അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഒരു നോമിനേഷൻ ഉണ്ട് സാറേ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് എന്ത് ചെയ്യണമെന്നേ അറിയില്ല കേട്ടോ. വിജയശങ്കർ അങ്ങനെ അടുത്ത് വന്നിട്ട് ഡോക്യുമെൻ്റ് കൊടുക്കണം. എന്താ അത്ര വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ 2-3 പേപ്പർ ശരിയാക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയും. ശരി, ഇരിക്കുമോ എന്ന് പറയും കേട്ടോ. അങ്ങനെ വിജയശങ്കർ അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെൻ്റ് വലിച്ച് എടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അവിടുത്തെ ആൾ പറയണം, എന്താ വിജയശങ്കർ ചെയ്യുന്നത്, അത് കൊടുക്കൂ എന്നിങ്ങനെ പറയുന്നു. ഇവർക്ക് മത്സരിക്കാൻ എന്ത് യോഗ്യത എവിടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങളെക്കാളും യോഗ്യത അർച്ചന മാഡത്തിനുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിജയശങ്കർ അങ്ങനെ അർച്ചന എടുത്ത് ആ പേപ്പർ കൊടുത്തിട്ട് അർച്ചന വിജയശങ്കറിനെതിരെ മത്സരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്.